1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള വീടുകൾ കൈമാറുന്നത് അഭിമാനത്തോടെയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അനുബന്ധ സൗകര്യങ്ങൾക്കുള്ള നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. പുന്നപ്പുഴയുടെ തീരത്തുള്ള പഴയ സ്കൂൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വീടുകൾ കൈമാറുന്നതിനുള്ള നറുക്കെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ദുരന്തമുണ്ടായി 2 വർഷമാകും മുൻപേ 327 ഗുണഭോക്താക്കളിൽ 178 പേർക്ക് കാത്തിരുന്ന വീടുകൾ ലഭിക്കുകയാണ്. ഏതൊക്കെ വീടുകൾ ആർക്കൊക്കെ എന്നത് നിശ്ചയിക്കാൻ മേപ്പാടിയിൽ മന്ത്രി OR കേളുവിന്റെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നടത്തി. മഴക്കാലം എത്തും മുൻപേ മറ്റുള്ളവർക്ക് കൂടി വീടുറപ്പാക്കുക എന്ന ലക്ഷ്യവും സർക്കാരിന് മുന്നിലുണ്ട്. ഒറ്റ രാത്രിയിൽ വീടൊലിച്ചുപോയ സങ്കടം ഉള്ളിൽ പേറുന്നവർക്ക് ഇപ്പോൾ കൈത്താങ്ങിന്റെ ആശ്വാസം. വീട് നമുക്കിപ്പോൾ പെട്ടെന്ന് ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വേഗം കുറച്ച് ഡിലേ വന്നെങ്കിലും നമുക്കിപ്പോൾ വീടൊക്കെ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പെട്ടെന്നൊക്കെ കൂടെ ആയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് താമസം മാറണം എന്നുള്ളൊരു ഇതുണ്ട്. ഇത്രയധികം പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വീടിന്റെ താക്കോൽദാനം നടക്കുന്നുള്ള ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ദുരന്തബാധിതർക്കായി തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. 8 സെന്റിൽ 1060 ചതുരശ്ര അടിയിൽ ഒരുങ്ങുന്ന വീടുകൾ അവസാനവട്ട മിനുക്കുപണികളിലാണ്. കുന്നമ്പറ്റയിൽ കോൺഗ്രസ് ഏറ്റെടുത്ത സ്ഥലത്ത് തറക്കല്ലിടലിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.